വ്രതം തുടങ്ങിയതുകൊണ്ട് രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറേ കാലത്തിന്, അതായത് വർഷത്തിൽ ഒരു തവണയൊക്കെയാണ് ഇങ്ങനെ രാവിലെ ഇത്ര നേരത്തെ നീറ്റ് ഉമ്മറത്തൊക്കെ വന്ന് നിൽക്കണത് കേട്ടോ. അതിനും വേണ്ടി ഒരു ഭാഗ്യം അല്ലേ. അപ്പോൾ രാവിലെ ഞാനൊരു 5:50 6 മണിയൊക്കെ ആകുമ്പോൾ നീച്ചു തോന്നുന്നു. നീച്ച് നേരെ കുളി കഴിഞ്ഞിട്ട് താഴത്ത് ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോൾ അങ്ങനെ വെളിച്ചം വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വിളക്കൊക്കെ ഒന്ന് കൊളുത്താം എന്ന് വിചാരിച്ചു. രാവിലെ കുളിച്ചതല്ലേ, പിന്നെ വ്രതമൊക്കെ അല്ലേ, അപ്പോൾ രാവിലെ ഒന്ന് വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വിളക്കൊക്കെ കൊളുത്തി നന്നായി പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് അടുക്കളയിൽ കയറാൻ. എന്നിട്ട് വേണം രാവിലത്തെ ഉച്ചത്തേക്ക് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഏട്ടന് പുറത്തുനിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം നമ്മളുള്ള ദിവസം വീട്ടിൽ നിന്ന് കൊടുത്തയക്കും. അപ്പോൾ നമ്മളിതാ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് ഇനി അടുക്കളയത്തെ കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ഇങ്ങനെ എന്നും നീക്കാത്തത് കൊണ്ടേ, പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ, കുളിച്ചിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് നമ്മുടെ ദേവുട്ടനെ ഉണരുമ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് ഫീഡ് ചെയ്തിട്ട് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉപ്പേരി പാത്രമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുക്ക് ചെയ്യില്ല, ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഏരിയ ചെയ്യുക. പക്ഷേ എന്നിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് ജസ്റ്റ് സ്ലാബ് ലൈസോളൊക്കെ ഇട്ടൊന്ന് തുടച്ചു. അപ്പോൾ നല്ല സ്മെല്ലാണല്ലേ. പിന്നെ ഞാൻ അടിച്ചു വരാൻ നിന്ന് വേഗം. അപ്പോൾ ഈ എന്നും സോഫ്റ്റ് അടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. ഇവർ പാട്ടങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടുന്നിട്ട് ഇങ്ങനെ തരും. ഞാൻ പക്ഷേ ദിവസം അടിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കിട്ടും. പിന്നെ ഈ അടിയിൽ ഇപ്പോഴും, എന്നാലും ഇപ്പോൾ കാറ്റുകാലം അല്ലാതെയും പൊടി ഉണ്ടാവും. അങ്ങനെ ഞാൻ എൻ്റെ അടിച്ചു വരൽ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വേഗം പോയി. അപ്പോഴേക്കും അമ്മ വിളിച്ചു കേട്ടോ. അപ്പോൾ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വേഗം പുറത്ത് വന്നപ്പോഴേക്കും ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല, പോണേ ഉള്ളൂ. അപ്പോൾ ഒരു ബായിയൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ അല്ലുനെയും ദേവുട്ടനെയും ഒക്കെ കുളിപ്പിച്ചു. സമയം ഒരു 9:30 ആയിട്ടുള്ളൂ. അല്ലുന് അംഗനവാടി പോകണമല്ലോ. പിന്നെ കുളിപ്പിക്കാനുള്ള ഒരു അംഗം, ഒരു 1.5 അംഗമാണ്. എണീക്കില്ല രാവിലെ. ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ട്, കുളിക്കാൻ ബുദ്ധിമുട്ട്. കുളിക്കാൻ ദേവുട്ടന് ഇപ്പോൾ നല്ല മടിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ രണ്ടെണ്ണത്തിനെ എങ്ങനെയൊക്കെ കുളിപ്പിച്ചിട്ട് ഒരാൾ റെഡിയാക്കുമ്പോൾ ഒരാൾ നിന്ന് അവിടെ നിന്ന് കരയുന്നുണ്ട്, കണ്ടില്ലേ, എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അല്ലുവിനെ വേഗം റെഡിയാക്കണം. അതിൻ്റെ ഇടയിൽ കണ്ണിൽ എൻ്റെ കൈ എന്തോ തട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള അംഗമാണ് കേട്ടോ. അത് ഇപ്പം മാറും നോക്കോ. ഒറ്റ സെക്കൻഡേ ഉണ്ടാവുള്ളൂ. പിന്നെ നിന്ന് ചാടി കളിക്കും ബെഡിൽ നിന്നിട്ട്. പിന്നെ എന്തൊക്കെയോ എന്നോട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യം. എന്തെങ്കിലും ഈ ബെഡ് ഇങ്ങനെ നിന്ന് ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്മൂത്തല്ലേ, അപ്പോൾ അങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങിപ്പോകും. അങ്ങനെ രണ്ടെണ്ണത്തിന് റെഡിയാക്കിയിട്ട് പിന്നെ നമുക്കിന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്നുണ്ട്. കൂടെ ദേവുട്ടനും ഉണ്ട്, അല്ലൂനും ഉണ്ട്. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഫുഡാണിത്. മൂപ്പർക്ക് എന്താണാവോ ഇത്ര ഗൗരവം. ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു വയ്യായി ഉണ്ട്. അപ്പോൾ അവന് 1-2 വായ കൊടുത്തു. പിന്നെ ഞാനും അല്ലുവും കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് അവളുടെ കുട്ടിയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അല്ലുവിനെയും പിക്ക് ചെയ്തിട്ട് പോകാറുണ്ട് കേട്ടോ. അങ്ങനെ വഴിയിലൊക്കെ പോയി എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ്. ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. വൈകുന്നേരം എന്താ പിള്ളേരെയൊക്കെ മെയിൽ കഴിച്ച് ഞാനും മെയിൽ കഴുകി വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.